എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഞങ്ങളിതാ വൈകുന്നേരം ഒന്ന് കറങ്ങാൻ ഇറങ്ങുകയാണേ. ഇറങ്ങുന്നതിൻ്റെ ഉദ്ദേശം ഒരു ബക്കറ്റ് മേടിക്കുക എന്നുള്ളതാണ്. ആ ബക്കറ്റിന് എൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ബക്കറ്റ് മേടിക്കാൻ വേണ്ടി പോയ സ്ഥലം നമ്മുടെ ഇവിടെ അടുത്തൊരു അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ചന്ത നടക്കുന്നുണ്ട്. ഉത്സവ ചന്തയില്ലേ, അപ്പോൾ അവിടെ ഇങ്ങനെ അത്യാവശ്യം പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ചെറിയൊരു ബക്കറ്റാണ് വേണ്ടത്. ഈ ഒരു ബക്കറ്റിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ യൂസ് ഉണ്ടാകാൻ പോകുന്നൊരു ബക്കറ്റാണെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ മേടിക്കുന്നത്. അതെന്തിനാണെന്ന് വഴിയുള്ള വീഡിയോസിലൊക്കെ അറിയാൻ പറ്റുമേ. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഒരു ആവശ്യം വരും എന്നുള്ളത് കൊണ്ടാണ് ഇന്നേ ഓടിപ്പോയി മേടിക്കുന്നത്. അപ്പോൾ ഈ ഉത്സവത്തിനൊക്കെ നല്ല രസമല്ലേ, ചന്തയിലൊക്കെ പോയിട്ട് ഇങ്ങനെ നടന്ന സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. അപ്പോൾ പ്രജി അതിനെ കാര്യമായിട്ട് അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ട് അധിക സാധനങ്ങളൊന്നും മേടിച്ചില്ല. എനിക്ക് ഇങ്ങനെ മണ്ണിൻ്റെ പാത്രങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ കണ്ടു നിൽക്കാനും വാങ്ങിക്കാനും അതിൻ്റെ വില ചോദിക്കാനും അറിയാനും ഒക്കെ ആയിട്ട്. പ്രജിക്കത് വലിയ താല്പര്യമില്ല. ഇവിടെ കണ്ടോ കുഞ്ഞി നമ്മുടെ കുക്കിംഗ് സെറ്റൊക്കെ ഇല്ലേ കുട്ടികളുടെ, അപ്പോൾ അത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൊച്ചി പള്ളുരുത്തിയിലാണ് കേട്ടോ, നമ്മുടെ വിശാൽ മാർട്ടിനടുത്തായിട്ട്. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ശരിക്കുള്ള കറിച്ചട്ടികളും കൂജകളും ഒക്കെയാണ് കേട്ടോ. വിലയൊക്കെ ചോദിച്ച് തിരിയുമ്പോഴേക്കതാ എതിരേപ്പും താലപ്പൊലിയൊക്കെ പോകുന്നത് കണ്ടിട്ട് ഞാൻ അവിടെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് കേട്ടോ. പുറകിൽ ഇനി ആനയെങ്ങാനും ഉണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ്. പക്ഷേ ആ തക്ക സമയത്ത് ഈ ചേട്ടൻ ബൈക്കുമായിട്ട് വന്നത് ഞാൻ കണ്ടിട്ടില്ല. കണ്ടിരുന്നെങ്കിൽ ആംഗിളൊന്ന് മാറ്റി പിടിക്കായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഫോൺ ശ്രദ്ധിക്കാറില്ല, അത് തന്നെ കാരണം. അതിനുശേഷം അടുത്തുള്ള കടകളിലൊക്കെ കയറി കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ബക്കറ്റിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് എന്തായാലും നോക്കാം കേട്ടോ. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ഉപയോഗം വരും. അപ്പം ഞാൻ കാണിച്ചു തരാം. ആ പർട്ടിക്കുലർ സമയത്ത് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും അതെടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ബക്കറ്റിനെ സേഫായിട്ട് വീട്ടിൽ കൊണ്ടുപോവാണ്. അപ്പം ശരി, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഉറങ്ങും കേട്ടോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.